നമസ്കാരം. LDFന് ഇത്തവണ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൻ്റെ പ്രധാന കാരണം ഭരണവിരുദ്ധ പിണറായി വിരുദ്ധ വികാരമാണ്. പല നേതാക്കളും മന്ത്രിമാരും ജനങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടെങ്കിലും പിണറായി വിജയനോളം മറ്റാരും ജനങ്ങളെ വെറുപ്പിച്ചിട്ടില്ല. പിണറായി വിജയനെതിരെ കണ്ണൂരിൽ പോലും വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഉയരുന്നുണ്ട്. പക്ഷേ പാർട്ടി സെക്രട്ടറി ബേബി ഇപ്പോഴും പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നാണ്. പിണറായി വിജയന്റെ പ്രവർത്തന പരിചയം കൊണ്ടും പ്രായം കൊണ്ടും മറ്റു പല ഘടകങ്ങൾ കൊണ്ടും പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് പിണറായി വിജയനെന്നും അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുമൊക്കെയാണ് ബേബി പറയുന്നത്. എങ്കിലും അവർ പൂർണ്ണമായി ഈ കാര്യം ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അപ്പോഴും പിണറായി വിജയനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ബേബി ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് ജി ശക്തിധരൻ സമൂഹമാധ്യമത്തിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായി കാര്യകാരണ സഹിതം കാരണങ്ങൾ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെ തുടരുന്നു: കുറ്റം പാർട്ടിക്ക്, പിണറായിക്കല്ല എന്ന് MA ബേബി. പാർട്ടി ജനറൽ സെക്രട്ടറി മാവിലായിക്കാരനാണോ? അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് ഇന്ത്യയിലോ ഈ ഗോളത്തിലോ ഇല്ലായിരുന്നോ? എന്ത് ചലനമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബേബി ഉണ്ടാക്കിയത്? സുഖസുഷുപ്തിയിലായിരുന്നില്ലേ അദ്ദേഹം? കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും ഓർക്കാൻ രണ്ട് മൊഴിയെങ്കിലും എവിടെയെങ്കിലും പറയാനുണ്ടായിരുന്നോ? ബേബിയുടെ മനസ്സ് വരണ്ടുപോയോ? കേരള ചരിത്രത്തിൽ ഇത്ര ദുർബലനായ ഒരു പാർട്ടി സെക്രട്ടറിയെ ഒരു പൊതു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് കേരളത്തിലെ 5 ലക്ഷത്തോളം കമ്മ്യൂണിസ്റ്റുകാരെയും അതിൻ്റെ എത്രയോ ഇരട്ടി പാർട്ടി അനുഭാവികളെയും പിന്മടക്കിയതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബേബിക്ക് കൈകഴുകാൻ പറ്റുമോ? അമ്പലപ്പുഴയിൽ G സുധാകരനെ പോലെ ജനപിന്തുണയുള്ള നേതാവിനെ പാർട്ടിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ചെറുവിരൽ അനക്കാൻ എന്തേ ബേബിക്ക് കഴിഞ്ഞില്ല? പിണറായി വിജയനോ ബേബിയോ വർഗശത്രുവാക്കി കരിമുദ്രയടിച്ചാൽ ജനം G സുധാകരനെതിരെ കടൽ പോലെ ഇരമ്പി ഒഴുകിക്കളയുമെന്നല്ലേ പ്രചരിപ്പിച്ചത്? എന്നിട്ട് ചെറ്റ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവൻ്റെ വോട്ടല്ലേ ഒഴുകിപ്പോയത്? അധികാരമോഹി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതിൽ ആത്മവഞ്ചനയില്ലേ? സഖാവ് സുധാകരനെ നേരിടാൻ ഭ്രാന്തും ഉന്മാദവും ഒത്തുചേർന്ന് കയറൂരി വിട്ടത് മാന്യതയാണോ? ഇത്തിരി പോന്ന VD സതീശൻ 1 കോടിയിലേറെ വോട്ടുയർത്തി ജയഭേരി മുഴക്കുമ്പോൾ നാണമാകുന്നില്ലേ ബേബി ചെങ്കൊടിയും പിടിച്ചു നടക്കാൻ? ബേബി നയിച്ചപ്പോൾ പാർട്ടിയുടെ വോട്ട് 81 ലക്ഷമായി കുറഞ്ഞു. ഒരു യുഗത്തിനല്ലേ അന്ത്യം കുറിച്ചത്? അദ്ദേഹത്തിൻ്റെ കാലു കഴുകി കുടിച്ചിട്ട് വേണം പൊതുപ്രവർത്തനത്തിനിറങ്ങാൻ. സ്വയം വിമർശനത്തിന് തയ്യാറുണ്ടോ? ഞഞ്ഞാമിഞ്ഞ പറയരുത്. G സുധാകരനെതിരെ കാളികൂളി സംഘം അഴിഞ്ഞാടിയപ്പോൾ വിവരദോഷം എഴുന്നള്ളിച്ച് പരിഹാസ്യനാകുന്ന ഈ ജനറൽ സെക്രട്ടറിയെ മൂലക്കിരുത്തി മൂടനാണെങ്കിലും സഖാവ് MV ഗോവിന്ദനെ ആ പദവിയിൽ കൊണ്ടുവരണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു കണ്ണൂർ ടച്ച് ഉണ്ടാവുമല്ലോ. പ്രാക്കുളത്തുകാരും അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടും. ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിൽ 4 വിപ്ലവ മഹാസ്തംഭങ്ങൾ പുതുതായി ജന്മം കൊണ്ടിട്ടുണ്ട്. അതാണ് സഖാവ് G സുധാകരൻ, KK രമ, V കുഞ്ഞികൃഷ്ണൻ, TK ഗോവിന്ദൻ. അമേരിക്കയിലില്ലാത്ത 3 അതുല്യ സ്ഥാപനങ്ങൾ ബ്രിട്ടീഷുകാർക്കുണ്ടെന്ന് കേമത്വം പറയാറുണ്ട്. മാഗ്ന കാർട്ട, ഹിച്ച്കോക്ക്, ബ്രിഡ്ജ് ഗെയിം. അതുപോലെയാണ് ഈ നിയമസഭ മുതൽ കേരളത്തിന് സ്വന്തമായ 4 നിധി കുംഭങ്ങൾ. ഇങ്ങനെയാണ് ശക്തിധരൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇപ്പോഴും ജനങ്ങളൊക്കെ, അണികൾ പോലും പിണറായി വിജയനാണ് ഈ വൻ പരാജയത്തിന് കാരണമെന്ന് മനസ്സിലാക്കിയിട്ട് പോലും ബേബിക്കും ഗോവിന്ദനും ഒന്നും ഇക്കാര്യം മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ശരിയാണ്, G ശക്തിധരൻ പറഞ്ഞത് ഒരു കാര്യം വളരെ ശരിയാണ്. മൂഢനാണെങ്കിലും ഈ പറയുന്ന പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദനെ ആ സ്ഥാനത്തേക്ക്, ബേബിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർ പാർട്ടിയെ നയിച്ചാൽ ഇനിയും ഈ പാർട്ടിയുടെ ഭാവി എന്താകും എന്നുള്ളതാണ് ആശങ്ക. എന്തായാലും പിണറായി വിജയനെ ഇപ്പോഴും സംരക്ഷിച്ച് പിടിച്ചിരിക്കുന്നത്, കാരണം ഈ മുതിർന്ന നേതാക്കൾ എല്ലാവരും ചേർന്നാണ് ഇത്തരത്തിൽ പാർട്ടിയെ നയിച്ചു കൊണ്ടുപോയി പാർട്ടിയെ തകർത്തെറിഞ്ഞ് ഇത്തരം കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ അതിൽ നിന്ന് പരിക്കേൽക്കാതിരിക്കാനാണ് പിണറായി വിജയനെ സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാനായി ബേബി ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ ശ്രമങ്ങളൊന്നും വിലപ്പോകില്ല. അന്തം കമ്മികൾ പോലും ഈ വാദം വിലക്കെടുക്കുകയുമില്ല.